ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. വീട്ടിൽ ബ്രെഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വരൂ, നമുക്ക് ഒരു അടിപൊളി ബ്രെഡ് പക്കോറ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. പുറമെ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോറയാണ്. നമ്മൾ സാധാരണ ഉള്ളി ബജിയൊക്കെ കഴിക്കുന്ന അതിലും അപ്പുറം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ബ്രെഡിൻ്റെ പക്കോടി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. സാധാരണ മിൽക്ക് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹോൾ വീറ്റ് ബ്രെഡോ ഏത് ബ്രെഡാണെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു 6 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയാൽ നമുക്കൊന്ന് ഞുറുക്കിയെടുക്കാം. അത് നോക്കിക്കോളൂ, ഈ ഒരു പരുവത്തിൽ ബ്രെഡെല്ലാം നമ്മൾ ഇതുപോലെ ഞുറുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബൗളൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു ബൗളിൽ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ, നമ്മുടെ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കറക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ വെച്ചത്. ഇനി നമുക്ക് നന്നായിട്ട് ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് ആ ബ്രെഡിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞ് എടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ എടുത്ത് ബ്രെഡിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം. പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഒരു 2 മീഡിയം സൈസ് സവോള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് പച്ചമുളകും കൂടെ, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് പച്ചമുളകാണ് ഞുറുക്കി വെച്ചത്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി, സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചാട്ട് മസാല ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അതിൻ്റെ പകരം നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ നാരങ്ങ നീര് ആഡ് ചെയ്തോളൂ കേട്ടോ. മസാലകൾ നമുക്കെല്ലാം ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ കടലമാവ് ചേർക്കാം. ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ അത് ചെയ്തോളൂ കേട്ടോ. ബ്രെഡിൻ്റെ കിഴങ്ങെടുത്ത ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം നമ്മൾ കടലമാവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത്. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് കടലമാവിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിനെസ് ആണ് കിട്ടുന്നത്. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത്, അതായത് നന്നായിട്ട് ഞെരടി വേണം നമുക്ക് ആ സവോളിൽ നിന്ന് വെള്ളം വരണം. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൈയുടെ പത്തിയിലോട്ട് ജസ്റ്റ് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് വേണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു ഏകദേശം സെമി ലൂസ് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബോൾസ് ആക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഓയിലിൽ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കടായിലോട്ട് ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറേശ്ശെ ഇതുപോലെ ബോൾസ് ആക്കി നമുക്ക് ഓയിലിലോട്ട് ഒന്ന് ഡീപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓയിലിൽ എത്രമാത്രം ആഡ് ചെയ്യാൻ പറ്റും അത്രയും ഓയിലിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലോട്ട് ബാറ്റർ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് പതിയെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. മേൽവശം ഏകദേശം ഒന്ന് വെന്ത് വന്ന പോലെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് ഫ്ലിപ്പ് ഔട്ട് ചെയ്തിട്ട് എല്ലാ വശവും തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് നല്ല ക്രിസ്പി ആവുന്നിടം വരെ, നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പതിയെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ബ്രെഡ് പക്കോറ ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായി നന്നായിട്ട് ക്രിസ്പിയും ആയിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിനറിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിനറിലോട്ട് എല്ലാം ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോടി ഇവിടെ റെഡിയാണ്. നമ്മൾ സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടിയാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് പക്കോടി. പുറമിൽ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പക്കോടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.